എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹാദേവനെ ആരാധിക്കാത്ത ഒരു ഹൈന്ദവ ഭക്തരും ഉണ്ടാവുകയില്ല. ക്ഷിപ്രപ്രസാദിയാണ് ശിവഭഗവാൻ. തൻ്റെ ഭക്തരെ വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവനാണ് ശിവഭഗവാൻ. ശിവഭഗവാന്റെ മൃത്യുഞ്ജയ മന്ത്രത്തെപ്പറ്റി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്ന ഭക്തരെ ഒരു ദുർശക്തിക്കും ഒരു ആസുരിക ശക്തികൾക്കും ഒരു വിധത്തിലും തോൽപ്പിക്കാനാവില്ല. യഥാർത്ഥത്തിൽ ഈ മന്ത്രം മരണത്തെ ഭയപ്പെടാതെ ജീവിതത്തെ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മന്ത്രമാണ്. മനസ്സിൻ്റെ ശുദ്ധിയാണ് ശിവകൃപയ്ക്ക് വേണ്ടത്. പുനർജന്മം, ആസുരിക ശക്തികൾ എന്നിവയെ അകറ്റാൻ ഉപയോഗിക്കുന്ന മന്ത്രമാണ് ഈ മഹാമൃത്യുഞ്ജയ മന്ത്രം. ചിലരുടെ തെറ്റിദ്ധാരണ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുന്നത് മരിക്കുമെന്ന ഭയത്താൽ മരിക്കാതിരിക്കാൻ ചൊല്ലുന്ന മന്ത്രമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. മൃത്യുഞ്ജയ മന്ത്രം എന്നും ജപിക്കുന്നത് അകാലത്തിൽ ഭയപ്പെടാതെ ജീവിക്കുവാനുള്ള ഒരു സംരക്ഷണ വലയമാണ്, കാവലാണ്. പേടി സ്വപ്നങ്ങൾ, ദുരിതങ്ങൾ തീരുവാൻ എന്നിവയ്ക്കെല്ലാം ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. മഹാമൃത്യുഞ്ജയ മന്ത്രം ശിവഭഗവാന്റെ കൃപയ്ക്ക് പാത്രമാവുകയും വളരെയധികം ശക്തിയുള്ള വൈദിക മന്ത്രമാണ്. അതിനാൽ തന്നെയും മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ചൊല്ലുന്നതിൽ ദോഷമില്ല. ചിലർക്കെല്ലാം ഒരു ധാരണയുണ്ട് അത് നിത്യവും ചൊല്ലാമോ എന്ന്. എന്നാൽ മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ചൊല്ലുന്നതിൽ ഒരു ദോഷവുമില്ല. അതിൻ്റെ വാക്കുകൾ തന്നെ ഒരു ആയുരാരോഗ്യ ശാന്തികരമാണ്. മൃത്യുഞ്ജയ മന്ത്രം ഏതാണെന്ന് ലാസ്റ്റ് വീഡിയോയ്ക്ക് അവസാനം പറയുന്നതായിരിക്കും. മൃത്യുവിനെ അതിജീവിക്കുന്ന മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. ഇതിലെ വരികൾ നമ്മുടെ പ്രാണന് ബലം നൽകുവാൻ പാകത്തിലുള്ളതാണ്. ഇത് വളരെ ശക്തിയുള്ള മന്ത്രമായി കരുതപ്പെടുന്നു. അതിനാൽ തന്നെ ഇത് ജപിക്കുന്ന സമയത്ത് ശാരീരികവും മാനസികവുമായ ശുദ്ധി പാലിക്കേണ്ടതാണ്. നമ്മുടെ ഉള്ളിലുള്ള വിപരീത ഊർജത്തെ പുറന്തള്ളി നമ്മിലുള്ള മുഴുവൻ പ്രാണശക്തിയുടെയും ബലം കൂട്ടാൻ ഈ മന്ത്രം സഹായിക്കുന്നു. മഹാമൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കുന്നവർക്ക് മാനസികമായ പിരിമുറുക്കങ്ങളും ഭയങ്ങളും ആശങ്കകളും നീങ്ങുകയും ഗുരുതരമായ അസുഖങ്ങൾക്ക് ശാന്തി ലഭിക്കുകയും അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അകാല മരണങ്ങളിൽ നിന്നും രക്ഷ നൽകുകയും ചെയ്യുന്നു. പാപഭയങ്ങൾ അകന്നു പോകുകയും കുടുംബത്തിന് സംരക്ഷണവും ഐക്യവും ഉണ്ടാകുന്നു. ശിവഭഗവാനിൽ മനസ്സർപ്പിച്ച് ഈ മന്ത്രം ജപിക്കുമ്പോൾ ശിവസാന്നിധ്യം ഉണ്ടാകുന്നു. മഹേശ്വര പ്രീതിക്ക് പാത്രമാകുകയും ചെയ്യുന്നു. നമ്മുടെ ആയുർദോഷങ്ങളകറ്റി രോഗങ്ങൾക്ക് ശമനമുണ്ടാവുകയും ദീർഘായുസ്സ് നൽകുന്ന മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. മരണത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, രോഗശാന്തിക്ക് നിത്യവും ജപിക്കാവുന്നതാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. ഗുരുതര രോഗവുമായി കിടപ്പിലായവർക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം മഹാദേവനോട് ആയുസ്സും അഭയവും തേടുന്നതാണ്. ജീവൻ രക്ഷാമന്ത്രം കൂടിയാണിത്. അതിനാൽ തന്നെയും ഈ മന്ത്രം ജപിക്കുന്നതിൻ്റെ ഉത്തമ സമയവും എങ്ങനെ ജപിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രഭാതത്തിൽ സൂര്യോദയത്തിന് ശേഷം ജപിക്കുന്നതാണ് ഉത്തമം. പ്രഭാതത്തിൽ ശുദ്ധ മനസ്സോടെ 9 അല്ലെങ്കിൽ 27 അല്ലെങ്കിൽ 108 തവണ ചൊല്ലുക. ശാന്തമായി ധൃതി കൂട്ടാതെ ചൊല്ലുക. ആവർത്തിച്ചു തന്നെ ജപിക്കുക. ഭക്തിയോടെയും വിശ്വാസത്തോടെയും ശുദ്ധമായ മനസ്സോടെയും ജപിക്കുന്നത് ഏറെ ഗുണകരം. ഇനി പ്രഭാതത്തിൽ സാധിക്കാത്തവർക്ക് പ്രദോഷം, അതായത് സന്ധ്യാസമയത്തും ചൊല്ലാവുന്നതാണ്. രോഗശാന്തിക്കും ഗുരുതരമായ പ്രശ്നങ്ങൾക്കും രാത്രി 9 മുതൽ 12 മണി വരെയും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ദേഹശുദ്ധിയും മനഃശുദ്ധിയും ഭക്തിയോടെയും ശാന്തമായ മനസ്സോടെയും ശിവചിത്രത്തിന് മുൻപിലിരുന്ന് 108 തവണ ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഗുണകരമായ മാറ്റങ്ങൾ കാണാവുന്നതാണ്. ശിവരാത്രിയിലും പ്രദോഷത്തിലും ഉപവാസത്തോടെ ജപം നടത്താം. മഹേശ്വര പ്രീതിക്ക് ഉത്തമ ദിനമായ തിങ്കളാഴ്ചകളിൽ ഈ മന്ത്രം ജപിക്കുകയും ശിവക്ഷേത്ര ദർശനം നടത്തി പാൽ, തൈര്, ജലം, തേൻ
ഇവയിൽ ഏതെങ്കിലും കൊണ്ട് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ അഭിഷേകം നടത്തുക. ഇങ്ങനെ ചെയ്യുന്നത് ശിവപ്രീതിക്ക് ഏറ്റവും ഗുണകരമാണ്. ഇനി മൃത്യുഞ്ജയ മന്ത്രം, മഹാമൃത്യുഞ്ജയ മന്ത്രം ഏതാണെന്ന് മനസ്സിലാക്കാം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഈ മന്ത്രം കുറഞ്ഞത് ഒരു തവണയെങ്കിലും, നിങ്ങൾക്ക് 108 തവണയോ അങ്ങനെ കൂടുതലൊന്നും ചൊല്ലാനായില്ലെങ്കിൽ ദിവസവും ഒരു തവണയെങ്കിലും ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ശിവഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. ഭഗവാന്റെ സംരക്ഷണം നിങ്ങളിലുണ്ടാകുന്നതാണ്. കാരണം ഇത് വളരെ ശക്തിയുള്ള മന്ത്രമായി കരുതപ്പെടുന്നു. നിങ്ങളിൽ നിന്നും എല്ലാവിധ ആസുരിക ശക്തികളെയും അകറ്റുവാൻ ഉപയോഗിക്കുന്ന മന്ത്രമാണിത്. ഈ മന്ത്രം വളരെ ഭക്തിയോടെയും ശാന്തമായും ശിവഭഗവാന്റെ ചിത്രത്തിന് മുൻപിലിരുന്ന് നിത്യവും ജപിക്കുന്ന ഭക്തർക്ക് ശിവഭഗവാന്റെ സംരക്ഷണം ഉറപ്പാക്കാവുന്നതാണ്. ഭക്തവത്സലനാണ് ശിവഭഗവാൻ. എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ.